ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ രസകരമായതും എന്നാൽ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ പാകത്തിനുള്ളതുമായ പൂച്ചയെ പറ്റിയാണ്. അവയുടെ സാമൂഹിക പ്രാധാന്യവും പരിണമിച്ചു വന്ന വഴിയും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവും ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. സോ വീഡിയോയിലേക്ക് കടക്കാം. 10,000 വർഷങ്ങൾക്ക് മുൻപ് സ്വയം ഇണങ്ങുന്ന തരം കാട്ടുപൂച്ചകളായ ഫെലിസ് സിൽവർസ്ട്രിസ് ലിബിക്കയിൽ നിന്ന് പരിണാമപ്പെട്ടു വന്നതായിരിക്കും ഇന്നത്തെ പൂച്ചകളെന്നാണ് കരുതപ്പെടുന്നത്. ഫെലിസ് കാറ്റസ് എന്ന ശാസ്ത്രീയ നാമമുള്ള പൂച്ച മനുഷ്യൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഇണക്കി വളർത്തുന്ന മൃഗങ്ങളിലൊന്നാണ്. മനുഷ്യനുമായി ഏകദേശം 9,500ഓളം വർഷത്തെ ബന്ധമുള്ള പൂച്ചകൾ സാമാന്യ ബുദ്ധി പ്രകടിപ്പിക്കുകയും അതിനാൽ അവയെ ലളിതമായ ആജ്ഞകൾ അനുസരിക്കുന്ന രീതിയിൽ പരിശീലിപ്പിക്കുവാനും സാധിക്കും. ലളിതമായ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുവാനും ചില പൂച്ചകൾക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റു മൃഗങ്ങളെക്കാൾ കൂടുതൽ നേരം ഉറങ്ങിയാണ് പൂച്ചകൾ തങ്ങളുടെ ഊർജ്ജം സംരക്ഷിക്കുന്നത്. പ്രായമാകും തോറുമാണ് ഇവ ഉറങ്ങാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. 13 മുതൽ 14 മണിക്കൂറാണ് ശരാശരി ഉറക്ക സമയമെങ്കിലും ദൈർഘ്യം 12 മുതൽ 16 മണിക്കൂർ വരെ വ്യത്യാസപ്പെട്ട് കാണാറുണ്ട്. ഒരു ദിവസം 20 മണിക്കൂർ വരെ ചില പൂച്ചകൾ ഉറങ്ങാറുണ്ട്. വളരെ കുറച്ച് സമയത്തേക്ക് ഉറങ്ങാനുള്ള പൂച്ചയുടെ കഴിവിനെ പൂച്ച ഉറക്കമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. പൂച്ചയുടെ ഇന്ദ്രിയങ്ങൾ അവയെ വേട്ടയാടലിനെ സഹായിക്കുന്നു. കേൾവിശക്തി, കാഴ്ചശക്തി, രുചി അറിയാനുള്ള ശക്തി, സ്പർശന സംവേദനികൾ എന്നിവ വളരെയധികം പുരോഗമിച്ചവയായതിനാൽ പൂച്ച സസ്തനികളുടെ ഇടയിലെ ഏറ്റവും കഴിവുള്ള മൃഗങ്ങളിലൊന്നാണ്. മനുഷ്യനേക്കാൾ പകൽ കാഴ്ച കുറവാണെങ്കിലും രാത്രിയിലുള്ള കാഴ്ച മനുഷ്യനേക്കാൾ വളരെയധികം മികച്ചതാണ്. സ്വയം നക്കി ശരീരം എപ്പോഴും ശുചിയായി വെക്കുന്ന പൂച്ചയുടെ സ്വഭാവത്താൽ പൂച്ചയുടെ ഉമിനീർ പൂച്ചയുടെ നാറ്റം ഒഴിവാക്കി തന്നെ ശത്രുക്കൾ കണ്ടുപിടിക്കുന്നതിൽ നിന്നും രക്ഷിക്കുന്നു. വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾ 14 മുതൽ 20 വർഷം വരെ ജീവിക്കും. 38 വയസ്സ് വരെ ജീവിച്ച ഒരു പൂച്ചയുണ്ട്. ക്രീം പഫ് എന്നറിയപ്പെടുന്ന ഈ പൂച്ച 1967 ഓഗസ്റ്റ് 3 USA ടെക്സാസിലായിരുന്നു ജനിച്ചത്. ജേക്ക് പേരി എന്നയാളുടെയായിരുന്നു ഈ പൂച്ച. 38ാമത്തെ വയസ്സിൽ ഓഗസ്റ്റ് 6, 2025 ക്രീം പഫ് എന്ന പൂച്ച മരിക്കുന്നത്. ഒപ്പം നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവിച്ച പൂച്ച എന്ന ഗിന്നസ് റെക്കോർഡും ഇവൾ സ്വന്തമാക്കി. കടുവയെയും പുലിയെയും പോലെ പതുങ്ങിയിരുന്ന് ഇരയെ കാത്തിരുന്ന് ഇര വരുമ്പോൾ പെട്ടെന്ന് ആക്രമിച്ച് കീഴടക്കുന്ന വിദ്യയാണ് പൂച്ചയുടെ തന്ത്രം. ഇങ്ങനെ കീഴടക്കിയ തൻ്റെ ഇരയുടെ കഴുത്തിന് കടിച്ചു കുടഞ്ഞ് നട്ടെല്ല് തകർത്ത് പാരലൈസിസ് വരുത്തുകയോ ഞരമ്പ് കടിച്ചു മുറിച്ച് രക്തം നഷ്ടപ്പെടുത്തുകയോ ഒക്കെ ചെയ്താണ് പൂച്ച ഇരയുടെ കഥ കഴിക്കുന്നത്. വളർത്തുപൂച്ചകളിൽ പൂച്ചക്കുട്ടികൾ പ്രത്യേകം കളികളിൽ ഏർപ്പെടുന്നത് സാധാരണയാണ്. ഈ പെരുമാറ്റം ഇരപിടിക്കലിൻ്റെ ഒരുതരം അനുകരണമാണ്. പൂച്ചയ്ക്ക് വർഷത്തിൽ 1-ൽ കൂടുതൽ പ്രജനന കാലമുണ്ടാകും. ഒരു പ്രസവത്തിൽ പൂച്ചയ്ക്ക് 3 മുതൽ 5 കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകും. തെളിഞ്ഞ കണ്ണുകൾ, ഈർപ്പമുള്ള മൂക്ക്, വൃത്തിയുള്ള ചെവി, പിങ്ക് നിറത്തിലുള്ള മോണകളും വൃത്തിയും മിനുസവുമുള്ള ചർമ്മം എന്നിവയാണ് ആരോഗ്യമുള്ള പൂച്ചയുടെ ലക്ഷണങ്ങൾ. പൂച്ചയ്ക്ക് ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആവൃത്തിയിലുള്ള ശബ്ദവും വൈബ്രേഷൻസും തിരിച്ചറിയാൻ കഴിയും. ഇത് മനുഷ്യനേക്കാൾ 10 മുതൽ 15 മിനിറ്റ്സിന് മുൻപ് തന്നെ ഭൂമികുലുക്കം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അവരെ രക്ഷപ്പെടാൻ സഹായിക്കുന്നു. 100 വ്യത്യസ്ത തരം ശബ്ദമുണ്ടാക്കാൻ പൂച്ചയ്ക്ക് കഴിയും. എന്നാൽ പൂച്ച മ്യാവു എന്ന് കരയുന്നത് മനുഷ്യനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാത്രമാണ്. എന്നാൽ പൂച്ചകൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ ഒരിക്കലും മ്യാവു എന്ന് കരയില്ല. അതൊരു കുട്ടിയായിരിക്കുമ്പോൾ അതിൻ്റെ അമ്മയോട് മാത്രമാണ് മ്യാവു എന്ന് കരയാറുള്ളത്. മനുഷ്യ ശരീരത്തിലെ ഫിംഗർ പ്രിൻ്റ് പോലെ തന്നെയാണ് പൂച്ചയുടെ മൂക്കിലെ നോസ് പ്രിൻറ്റും. ഓരോ പൂച്ചകളുടെ നോസ് പ്രിൻറ്റും വ്യത്യസ്തമാണ്. പൂച്ചകളും വിയർക്കാറുണ്ട്. അവ വിയർക്കുന്നത് അവയുടെ കൈപ്പത്തി അല്ലെങ്കിൽ കാൽപ്പത്തിയിലൂടെയാണ്. പൂച്ചയുടെ കാലിൻ്റെ അടിയിലുള്ള വിയർപ്പ് ഗ്രന്ഥിയിൽ നിന്നും വിയർപ്പ് വീണ് തൻ്റെ പ്രദേശം അടയാളപ്പെടുത്താനാണ് പൂച്ച ഇങ്ങനെ ചെയ്യുന്നത്. മറ്റൊരു രസകരമായ റിപ്പോർട്ട് ഐലൻഡിലെ ക്യൂൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പൂച്ചകളിലും ഇടം കയ്യനും വലം കയ്യനും ഉണ്ടത്രേ. പൊതുവെ ആൺപൂച്ചകളാണ് ഇടം കയ്യന്മാർ, പെൺപൂച്ചകളാവട്ടെ വലം കയ്യന്മാരും. വിവിധ തരത്തിലുള്ള ശബ്ദങ്ങളും പല ശരീരചലനങ്ങളും ഇവ ആശയവിനിമയത്തിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. മാംസാഹാരപ്രിയരായ പൂച്ചയ്ക്ക് സസ്യാഹാരം ദഹിപ്പിക്കുവാനുള്ള കഴിവ് കുറവാണ്. മധുരം തിരിച്ചറിയാനും ഇവയ്ക്ക് കഴിവില്ല. പൂച്ചാജാതികൾ ഒന്നിനും മധുരം അറിയാനുള്ള കഴിവ് ജനിതക തകരാറ് മൂലം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫലങ്ങളടക്കമുള്ള മധുരമുള്ള ഭക്ഷണങ്ങൾ പൂച്ചകൾക്ക് ഇഷ്ടമാകാറില്ല. മാംസം കടിച്ചു മുറിക്കാൻ പാകത്തിനുള്ള പല്ലുകളാണ് പൂച്ചകൾക്കുള്ളത്. മാംസം പൂർണ്ണമായും പറിച്ചെടുക്കാനായി പൂച്ചകളുടെ നാവിൽ നിറയെ മൂർച്ചയുള്ള മുകുളങ്ങളുണ്ട്. ഇവ പുറകിലോട്ട് നിൽക്കുന്ന കൊളുത്തുകൾ പോലെയാണ്. അതിൽ കെരാറ്റിൻ ഉള്ളതിനാൽ രോമം വൃത്തിയാക്കാനും പൂച്ചകൾ സ്വന്തം നാക്ക് ഉപയോഗിക്കുന്നു. മ്യാവു എന്ന ശബ്ദം, പ്ർ എന്ന ശബ്ദം, ഹിസ് ശബ്ദം, മുരളുക, ചിർപ്പ് ശബ്ദമുണ്ടാക്കുക, മുറുമുറുക്കുക തുടങ്ങിയവ ഉണ്ടാക്കാനും സഹായകമാകുന്നത് വായയുടെ ഈ പ്രത്യേകതകളാണ്. പൂച്ചകൾക്ക് സാധാരണഗതിയിൽ 2.5 കിലോഗ്രാം മുതൽ 7 കിലോഗ്രാം വരെ ഭാരമുണ്ടാകാറുണ്ട്. അമിതമായി ഭക്ഷണം കഴിക്കുന്ന ചില പൂച്ചകൾക്ക് 23 കിലോഗ്രാം വരെ ഭാരമുണ്ടായിട്ടുള്ളതായി കണ്ടിട്ടുണ്ട്. അതുപോലെ 1.8 കിലോഗ്രാമിൽ താഴെ വരുന്ന പൂച്ചകളുമുണ്ട്.
ലഭ്യമായ രേഖകളനുസരിച്ച് ഏറ്റവും ഭാരമേറിയ പൂച്ചയ്ക്ക് 21.297 കിലോഗ്രാം തൂക്കമാണുള്ളത്. പൂച്ചയുടെ ചെവിയിൽ 32 വ്യത്യസ്ത പേശികളുണ്ട്. അവ ഓരോ ചെവിയും 180 ഡിഗ്രി ചലിപ്പിക്കും. ഇതുകൊണ്ട് തന്നെ ശരീരം ഒരു വശത്തേക്കും ചെവികൾ മറുവശത്തേക്കും ചലിപ്പിക്കാൻ സാധിക്കും. മിക്ക പൂച്ചകൾക്കും മുകളിലേക്ക് ചൂണ്ടുന്ന തരത്തിലുള്ള നേരെയുള്ള ചെവികളാണുള്ളത്. നായ്കൾക്കുള്ളതുപോലെ മടങ്ങിയ ചെവികൾ വളരെ അപൂർവമായി ഇവയ്ക്കുണ്ടാകാറുള്ളൂ. പേടിച്ചിരിക്കുമ്പോഴും ദേഷ്യം വരുമ്പോഴും പൂച്ച തൻ്റെ ചെവി പിന്നിലേക്ക് തിരിച്ചു വെക്കും. കളിക്കുമ്പോഴും പിന്നിൽ നിന്നുള്ള ശബ്ദം ശ്രവിക്കേണ്ടപ്പോഴും പൂച്ച ഇതുപോലെ ചെവി പിന്നിലേക്ക് തിരിച്ചു വെക്കാറുണ്ട്. പൂച്ചയുടെ ചെവി എങ്ങനെ ഏതു ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നു എന്നതിൽ നിന്നും വികാരം മനസ്സിലാക്കാം. മനുഷ്യരെക്കാൾ കൂടുതൽ തണ്ടലുകളും നെഞ്ചിലെ നട്ടലുകളും ഉള്ളതുകൊണ്ടാണ് പൂച്ചകൾക്ക് മനുഷ്യരെക്കാൾ വഴക്കവും ചലന സൗകര്യവും ലഭിക്കുന്നത്. വേഗത്തിൽ ചലിക്കുന്ന സമയത്ത് ശരീരത്തെ സന്തുലിതമായി നിർത്തുവാൻ ഉപയോഗിക്കുന്ന വാൽ പൂച്ചയുടെ നട്ടലിൻ്റെ ഭാഗമാണ്. സ്വതന്ത്രമായി നിൽക്കുന്ന ക്ലാവിക്കൽ എല്ലുകൾ തല കടക്കാൻ മാത്രം സ്ഥലമുള്ള ഏതൊരിടത്തും അവയുടെ ശരീരം കടത്താൻ പൂച്ചകളെ സഹായിക്കുന്നു. പട്ടികളെ പോലെ തന്നെ പൂച്ചകളും തങ്ങളുടെ ഉപ്പൂറ്റി നിലത്തൂന്നാതെയാണ് നടക്കുന്നത്. അതായത് തങ്ങളുടെ പാദത്തിൻ്റെ മുൻഭാഗം മാത്രം നിലത്തുമുട്ടുന്ന തരത്തിൽ. പൂച്ചകളുടെ നടത്തം വളരെ കൃത്യമായ ചുവടുവയ്പ്പുകളോടെയാണ്. പൂച്ച തൻ്റെ മുൻകാലുകൾ വെച്ചെടുത്ത് തന്നെ വെച്ചാണ് നടക്കുക. ഇത് പൂച്ചയ്ക്ക് നടക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം കുറയ്ക്കാനും കാൽപ്പാടുകൾ കുറയ്ക്കാനും സഹായിക്കുന്നു. പട്ടികൾ ഉൾപ്പെടെയുള്ള മിക്ക സസ്തനികളും ഒരു വശത്തെ മുൻകാൽ മുന്നോട്ട് വയ്ക്കുമ്പോൾ മറുവശത്തെ പിൻകാലാണ് മുന്നോട്ട് വയ്ക്കുക. എന്നാൽ പൂച്ചകൾ മുന്നോട്ട് നീക്കുന്ന കാലുകൾ രണ്ടും ഒന്നിച്ച് തന്നെയായിരിക്കും. പൂച്ച കുടുംബത്തിലെ മറ്റു മൃഗങ്ങളെപ്പോലെ ചീറ്റപ്പുലികൾ ഒഴിച്ച് പൂച്ചയ്ക്കും തങ്ങളുടെ നഖങ്ങൾ കാലിൻ്റെ അകത്തേക്കും പുറത്തേക്കും ആവശ്യാനുസരണം നീക്കാൻ കഴിയും. മിക്ക പൂച്ചകൾക്കും മുൻകാലുകളിൽ 5 നഖങ്ങളും പിൻകാലുകളിൽ 4 നഖങ്ങളുമാണ് ഉണ്ടാവുക. പൂച്ചകളുടെ ത്വക്ക് വളരെ അയഞ്ഞതാണ്. ഇത് പൂച്ചകളെ പിടിമുറുക്കി വെച്ചിരിക്കുന്ന ശത്രുക്കളുടെ ബന്ധനത്തിൽ നിന്ന് മെയ്വഴക്കത്തോടെ തിരിഞ്ഞു പ്രത്യാക്രമിക്കാൻ പൂച്ചകളെ സഹായിക്കുന്നു. കഴുത്തിന് പിന്നിലുള്ള പൂച്ചയുടെ അയഞ്ഞ ത്വക്കാണ് തള്ളപ്പൂച്ച തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുമ്പോൾ കടിച്ചു പിടിക്കാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള ത്വക്കിൽ പിടിച്ചാൽ പൂച്ച വളരെ അടുക്കവും ഒതുക്കവും കാണിക്കും. പൂച്ചകൾ വൈകുന്നേരവും അതിരാവിലെയുമാണ് കൂടുതലായി ഊർജ്ജസ്വലരായി കാണുന്നത്. ശൗര്യം അവരുടെ സഹവാസവും ജാതിയും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഏഷ്യൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്നവ മെലിഞ്ഞതും കൂടുതൽ ചുറുചുറുക്കുള്ളവയുമാണെങ്കിൽ മറ്റുള്ളവ വണ്ണമുള്ളതും എന്നാൽ ഊർജ്ജസ്വലത കുറവുള്ളതുമാണ്. മാംസാഹാരത്തിന് ഇത്രയധികം യോജിച്ച ശരീരപ്രകൃതിയാണെങ്കിലും പൂച്ച തൻ്റെ ഭക്ഷണത്തിൽ ചെറിയ അളവിൽ ചെടികൾ, ഇലകൾ, പുല്ല് തുടങ്ങിയ സസ്യഭക്ഷണം ഉൾപ്പെടുത്താറുണ്ട്. വയറ് കേടാകുമ്പോൾ അത് ഭേദമാക്കാനാണ് പൂച്ചകൾ ഇങ്ങനെ ചെയ്യുന്നതെന്നും അതല്ല ഭക്ഷണത്തിൽ നാരുകളും ധാതുക്കളും ഉൾപ്പെടുത്താനാണിത് ചെയ്യുന്നതെന്നും 2 വാദങ്ങളുണ്ട്. മനുഷ്യനും പൂച്ചയും ഒരേ സമയം പരിണമിച്ചു വന്നതാണെന്ന് കരുതപ്പെടുന്നു. വന്യതയുടെ ആക്രമണ രീതിയിൽ ജീവിച്ചിരുന്ന ഒരു മിനിയേച്ചർ പുലി അല്ലെങ്കിൽ കടുവ വർഗത്തിൽ കണക്കാക്കേണ്ടിയിരുന്ന കാട്ടുപൂച്ചകളെ നമ്മുടെ പൂർവികർ കൂടെ കൂട്ടുകയും ഇണക്കി വളർത്തുകയും ചെയ്തു. മറ്റു മാർജാര മൃഗങ്ങളെപ്പോലെ ഇവയും മറ്റു മൃഗങ്ങളുടെ പുറകെ ഓടാറുണ്ട്. എന്നിരുന്നാലും അവരുടെ ഇഷ്ടഭക്ഷണമായി എലിയും മീനും മാറിയതിനു പിന്നിൽ മനുഷ്യനോടൊപ്പമുള്ള പൂച്ചയുടെ പരിണാമമാണ്. ഇതോടൊപ്പം പൂച്ചകളിൽ നിന്നും രക്ഷപ്പെടാനും പൂച്ചയുടെ യൂറിൻ ഗന്ധം തിരിച്ചറിഞ്ഞ് ആ ഭാഗത്തു നിന്നും ഒഴിഞ്ഞുമാറി നടക്കാനും എലികളും പരിണാമത്തിലൂടെ ശീലിച്ചു വന്നു. നൈൽ നദിക്കരയിലെ നിയോലിത്തിക് ജനവിഭാഗങ്ങൾ കൃഷി ആസ്വദിക്കാൻ തുടങ്ങിയതോടെ ധാന്യങ്ങൾ ശേഖരിക്കാൻ ധാന്യപ്പുരകളും ഉണ്ടായി. നിയോലിത്തിക് ജനത എന്താണെന്ന് ആൻഷ്യന്റ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പുരാതന ഇന്ത്യൻ ചരിത്രം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. അറിയാത്തവർക്കായി അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ കാര്യത്തിലേക്ക് മടങ്ങി വരാം. ഇത്തരം ധാന്യപ്പുരകളിൽ നിന്നും ധാന്യങ്ങൾ ലഭിക്കുമെന്നതിനാൽ നിരവധി റോഡൻസ് അവിടെയും ഇവിടെയുമായി വസിക്കാൻ തുടങ്ങി. പുരാതന ഈജിപ്തിലെ ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ തന്നെയാണ് ഇന്നത്തെ പൂച്ചയുടെ പൂർവികരായ കാട്ടുപൂച്ചകൾ വസിച്ചിരുന്നത്. മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് ഭക്ഷണം തേടേണ്ടിയിരുന്ന കാട്ടുപൂച്ചകൾ പതിയെ ധാന്യപ്പുരകളുടെ അരികിലേക്ക് താമസം തുടങ്ങി. ഇത് അവിടെയുള്ള റോഡൻസിനെ ഭക്ഷിക്കാനായാണ്. ധാന്യങ്ങൾ തിന്നു നശിപ്പിക്കാനേ വന്ന എലികളെ പിടിക്കുന്ന പൂച്ചകളെ കൃഷിക്കാരായ നിയോലിത്തിക് പീരീഡിലെ ആദിമ മനുഷ്യൻ മെരുക്കിയെടുത്ത് കൂടെ കൂട്ടി. അവന് ഭക്ഷണമായി മീനും സമ്മാനിച്ചു. എലികളെ പിടിക്കുക എന്ന സ്ഥിര ജോലി തുടർന്നപ്പോൾ പൂച്ചകൾ എലിപിടുത്തത്തിൽ കേമന്മാരാവുകയും ചെയ്തു. മനുഷ്യരോടൊപ്പം തന്നെ പരിണമിച്ച ചുണ്ടലികളുമൊക്കെ പൂച്ചകളിൽ നിന്നും അതിജീവിക്കാനുള്ള തന്ത്രങ്ങൾ വളർത്തിയെടുത്തതും ഇത്തരത്തിലുള്ള പരിണാമഘട്ടങ്ങളിലൂടെയാണ്. പല ഭൂഖണ്ഡങ്ങളിലേക്ക് പോയ മനുഷ്യൻ്റെ കൂടെ പൂച്ചയും സഞ്ചരിച്ചു. നൈൽ കരയിലെ നിയോലിത്തിക് കാലഘട്ടത്തിലെ കൃഷിക്കാരായ മനുഷ്യർ മാത്രമല്ല, ഇങ്ങ് കണ്ണൂർ കടപ്പുറത്ത് അറക്കൽ രാജവംശവും പൂച്ചകൾക്ക് മീൻ കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ട്. ഗുദ മുകളിൽ എലിയുടെ ശല്യം കുറയ്ക്കാനായി കാവലായി ധാരാളം പൂച്ചകളെ വളർത്തിയിരുന്നു. കടലിൽ പോകുന്നവരെല്ലാം ഇത്തരത്തിൽ പോറ്റുന്ന പൂച്ചകൾക്കായുള്ള തീറ്റയായിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു പങ്ക് മീൻ അവിടെ പാത്രത്തിലിടണമെന്നൊരു ഉത്തരവുണ്ടായി. എന്നാൽ മീൻ നൽകാത്ത, കടലിൽ പോകാൻ കഴിയാത്ത പൗരന്മാർ ഇതിനു പകരമായി ഒരു നിശ്ചിത തുക നികുതി അടയ്ക്കണമെന്ന തീരുമാനമുണ്ടായി. ഇതിനെ പൂച്ചക്കാണം എന്നാണ് വിളിച്ചിരുന്നത്. കടുവയും സിംഹവും പുള്ളിപ്പുലികളും ഒക്കെ അടങ്ങുന്ന ഫെരഡേ കുടുംബത്തിൽ പൂച്ചകൾ മാത്രമാണ് നമ്മളോട് ഇണങ്ങിയും വീട്ടുമൃഗമായി മാറിയത്. എന്നിരുന്നാലും മറ്റു മാർജാര കുടുംബക്കാരുടെ സ്വഭാവ സവിശേഷതകൾ പോലെ പലപ്പോഴെങ്കിലും കാണിക്കാറുണ്ട്.
യൂറിൻ പൂശിയും മുഖം കൊണ്ട് ഉരസിയും നഖം കൊണ്ട് മാന്തിയും അവരുടെ ടെറിട്ടറീസ് അടയാളപ്പെടുത്തുന്നതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. വളർത്തുപൂച്ചകൾ കോളനീസ് എന്ന പോലെ തങ്ങളുടെ പ്രദേശപരിധി കൃത്യമായി അവർ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാകും. അതാണ് ടെറിട്ടറി മേക്കിംഗ് കൊണ്ടുദ്ദേശിക്കുന്നത്. ഇത് ലൈംഗികപരമായി സജീവമായ പൂച്ചകളുടേത് വലിയ കോളനീസും അല്ലാത്തവയുടേത് ചെറിയ കോളനീസുമായിരിക്കും. എന്നാൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ ആരുടെയും സ്വന്തമല്ലാത്ത സ്ഥലങ്ങളും ഉണ്ടാകും. ഇവിടെ എല്ലാ പൂച്ചകളും സ്വതന്ത്രമായും സമാധാനപരമായും പെരുമാറും. പക്ഷേ സ്വന്തം ടെറിട്ടറിയിൽ വരുന്ന മറ്റു പൂച്ചകളെ ഇവർ വിരട്ടി ഓടിക്കും. അതിനാൽ തന്നെ പൂച്ചകൾക്ക് ഒന്നിച്ച് ജീവിക്കുന്ന സ്വഭാവമില്ല. അതിർത്തിയുടെ പേരിലോ ഇണയുടെ പേരിലോ മറ്റൊരാളെ തോൽപ്പിക്കാനോ എതിർത്ത് നിൽക്കാനോ ഒക്കെയായി പൂച്ചകൾ തമ്മിൽ ആക്രമണത്തിൽ ഏർപ്പെടുമ്പോൾ അവ സാധാരണയായി തങ്ങളുടെ ശരീരം വളച്ച് രോമങ്ങൾ ഉയർത്തി നിർത്തി തങ്ങളുടെ ശരീരവലിപ്പത്തെ പെരുപ്പിച്ച് കാണിക്കാറുണ്ട്. കൈകൾ കൊണ്ട് ശക്തിയായി എതിരാളികളുടെ മുഖത്തും ശരീരത്തും അടിച്ചും കടിച്ചുമൊക്കെയാണ് പൂച്ചകളുടെ ആക്രമണ രീതികൾ. തങ്ങളുടെ അതിർത്തി സംരക്ഷിക്കാനും കുട്ടികളെ രക്ഷിക്കാനുമൊക്കെ പെൺപൂച്ചകളും മറ്റുള്ളവരെ ആക്രമിക്കാറുണ്ട്. ഉള്ളിലേക്ക് വലിച്ചു വെക്കാവുന്ന തരത്തിലുള്ള നഖങ്ങൾ ഇപ്പോഴും പൂച്ചയ്ക്കുണ്ട്. വലിപ്പം കുറഞ്ഞ മെരിങ്ങിയ ഒരു കടുവ തന്നെയാണ് പൂച്ച യഥാർത്ഥത്തിൽ. ഏറ്റവും പുതിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് കടുവയുടെയും പൂച്ചകളുടെയും ജീൻസിൽ 95.6% സാമ്യമുണ്ടെന്നാണ്. BC 20 മുതൽ 19 നൂറ്റാണ്ടിൽ ആയിരുന്നു ഈജിപ്തിലെ ആഫ്രിക്കൻ കാടുകളിൽ വസിച്ചിരുന്ന കാട്ടുപൂച്ചകളെ കൃഷിക്കാർ മെരുക്കി വളർത്തുപൂച്ചകളാക്കി മാറ്റി എന്നുള്ള വസ്തുത നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിന് തെളിവായി സൈപ്രസിൽ നിന്ന് ലഭിച്ച നിയോലിത്തിക് കാലഘട്ടത്തിലെ കുഴിമാടത്തിൽ ഒരു മനുഷ്യ അസ്ഥികൂടത്തോടൊപ്പം ഒരു പൂച്ചയുടെ അസ്ഥികൂടം കൂടി കിട്ടിയിട്ടുണ്ട്. ഇതിന് ഏകദേശം 9500 വർഷത്തിന്റെ പഴക്കമാണ് കണക്കാക്കുന്നത്. പൂച്ചകളുടെ ഏതു വീഴ്ചകളിലും സ്വാഭാവിക റിഫ്ലക്സായ കാറ്ററിംഗ് റിഫ്ലക്സ് മൂലം ശരീരം വളച്ചു പൊളച്ച് നിലത്തെത്തുമ്പോൾ 4 കാലും കുത്തുന്ന വിധത്തിൽ ഇവർക്ക് ലാൻഡ് ചെയ്യാൻ കഴിയും. വീഴ്ച തുടങ്ങുന്ന സമയം തന്നെ അനൈഷ്ഠികമായി നടുവളച്ചുയർത്തി ശരീരം പിണച്ച് മുൻപിൽ ഭാഗങ്ങൾ വ്യത്യസ്ത ആക്സിസിൽ തിരിച്ചാണ് സാധ്യമാക്കുന്നത്. നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ അയവും ചലനശേഷിയുമുള്ള നട്ടെല്ലും പ്രത്യേക തരത്തിലുള്ള ഉറപ്പിക്കാത്ത തോളലും ഉള്ളതിനാലാണ് പൂച്ചയ്ക്കിങ്ങനെ സാധ്യമാകുന്നത്. 3 അടിയിൽ കൂടുതലുള്ള വീഴ്ചയിലെ ഈ 4 കാലിൽ കുത്തിയുള്ള ലാൻഡിംഗ് സാധ്യമാവുകയുള്ളൂ. പൂച്ചയുടെ മീശരോമങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. മൂക്കിന് താഴെ മാത്രമല്ല കണ്ണിൻ്റെ മുകളിലും മീശരോമങ്ങൾ കാണാൻ കഴിയും. ഇതിനെ വിസ്കസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവ കാഴ്ചഭംഗിക്ക് മാത്രമുള്ളതല്ല, മറിച്ച് സെൻസറി ഓർഗൻസ് ആണ്. കൂരിരുട്ടിൽ മാളങ്ങളുടെ ഉള്ളിലോട്ടൊക്കെ തലകടത്തുമ്പോൾ ആദ്യം ഉള്ളിലെ അവസ്ഥകളൊക്കെ അറിയാൻ സഹായിക്കുന്നത് ഈ വിസ്കസ് രോമങ്ങളാണ്. ഇവ കടന്നു പോകുന്ന മാളത്തിൻ്റെ വലിപ്പം, വീതി എന്നിവയൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ വിസ്കസ് സ്പർശിക്കുമ്പോഴുള്ള ആവേഗങ്ങൾ മനസ്സിലാക്കിയാണ്. പൂച്ച കണ്ണടച്ചു പാല് കുടിക്കുന്ന ഒരു ശീലമുണ്ട്. ഇതും പരിണാമപരമായി വന്ന ഒരു പ്രവൃത്തിയാണ്. വേട്ടയാടിപ്പിടിച്ച മൃഗങ്ങളെ കൊന്നു തിന്നുന്നതിനിടയിൽ അവയുടെ മാംസവും എല്ലും രോമങ്ങളുമൊക്കെ കണ്ണിൽ കൊള്ളാതെ സംരക്ഷിക്കാനാണ് മാർജാരി കുടുംബത്തിൽപ്പെട്ട മൃഗങ്ങൾ ഇങ്ങനെ ഒരു സുരക്ഷാശീലം അവലംബിച്ചത്. അതിന്നും പൂച്ചയിൽ പ്രകടമായി കാണുന്നുണ്ട്. സ്വന്തം ശരീരം നക്കി വൃത്തിയാക്കുന്നതിനിടയിൽ ധാരാളം രോമങ്ങൾ പൂച്ചയുടെ വയറ്റിൽ പോകാൻ സാധ്യതയുണ്ട്. ഉണർന്നിരിക്കുന്ന സമയത്തിന്റെ 1/3 ഭാഗവും ഇങ്ങനെ ഇവ നാവ് കൊണ്ട് ചീർപ്പ് ഉപയോഗിക്കുന്നത് പോലെ സ്വന്തം രോമങ്ങൾ നക്കി വൃത്തിയാക്കുന്ന ഒരു ശീലമുണ്ട്. ഈ പ്രവൃത്തി അവയെ മറ്റുള്ള ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുത്താനാണെന്ന് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്ന അവയുടെ രോമങ്ങളെ ഛർദ്ദിച്ച് പുറത്തു കളയാറുമുണ്ട്. ഒരു പൂച്ചയ്ക്ക് നിന്ന നിൽപ്പിൽ 8 അടിയോളം ചാടാൻ സാധിക്കും. അതായത് അവരുടെ ശരീര നീളത്തിന്റെ 6 മടങ്ങ് ദൂരം. ഈ കഴിവാണ് പൂച്ചയ്ക്ക് അവയുടെ ഇരകളെ വളരെ അനായാസം കീഴ്പ്പെടുത്താനും അവരുടെ ശത്രുക്കളിൽ നിന്നും അനായാസം രക്ഷപ്പെടാനും സാധിക്കുന്നത്. മറ്റൊരു രസകരമായ വസ്തുത എന്നത് ഒരു പൂച്ച നമ്മുടെ കാലിൽ ഉരസുമ്പോൾ അത് വാത്സല്യത്തിന്റെ അടയാളമാണ്. ഉരസുന്ന സമയത്ത് അവയുടെ ശരീരത്തിൽ നിന്നുള്ള ഫെറമോൺസ് നമ്മുടെ ശരീരത്തിൽ പതിപ്പിച്ച് നമ്മളെയും അവരുടെ പ്രദേശത്തിന്റെ ഭാഗമാക്കുകയാണ് പൂച്ചകൾ ഇതിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. പൂച്ചയുടെ ജന്മവാസന കാരണം എത്രയൊക്കെ താലോലിച്ചും എക്സ്പെൻസീവായി ഫുഡ് കൊടുത്തു വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾ പല്ലിയെയോ പാറ്റയോ മറ്റോ കണ്ടാൽ ചാടി ആക്രമിക്കാൻ തുടങ്ങുന്നതിനുള്ളിലെ രഹസ്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആവശ്യത്തിനനുസരിച്ച് മാത്രമേ പൂച്ചകൾ ഭക്ഷണം കഴിക്കാറുള്ളൂവെങ്കിലും കൂടുതലായി ഭക്ഷണം കൊടുത്താൽ പൂച്ചകൾ വല്ലാതെ തടിക്കുകയും ചെയ്യും. വയസ്സാകും തോറുമാണ് പൂച്ചകൾ കൂടുതലായി ഈ സ്വഭാവ സവിശേഷത കാണിക്കുന്നത്. ഇത് പ്രമേഹമടക്കമുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പൂച്ചയ്ക്കുണ്ടാകാൻ കാരണമാകും. അതിനാൽ വീടിൻ്റെ അകത്തു മാത്രം കഴിയുന്ന പൂച്ചകൾക്ക് വീട്ടിൽ തന്നെ ചെറിയ വ്യായാമങ്ങൾ നൽകേണ്ടതും ഭക്ഷണം ക്രമീകരിക്കേണ്ടതും ആവശ്യമാണ്. മറ്റ് സസ്തനികൾക്കില്ലാത്തൊരു പ്രത്യേകത പൂച്ചയ്ക്കുണ്ട്. മനഃപൂർവ്വം ഇവ പട്ടിണി കിടക്കും. താൻ മുൻപ് കഴിച്ചിട്ടുള്ള രുചികരമായ ഭക്ഷണം കൊടുത്താൽ പോലും അപ്പോൾ പൂച്ച കഴിക്കാൻ കൂട്ടാക്കില്ല എന്ന് വരും. ഇത് പൂച്ചയുടെ ദഹനേന്ദ്രിയത്തിനൊരു പ്രത്യേക ഭക്ഷണം ശീലമായതുകൊണ്ടോ അല്ലെങ്കിൽ പൂച്ചയുടെ ഉടമസ്ഥന് അതൊരു പ്രത്യേക ഭക്ഷണം പ്രതീക്ഷിക്കുന്നത് കൊണ്ടോ ആയിരിക്കും. അതുപോലെ സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണത്തിനോടുള്ള മടുപ്പ് കാരണം വീണ്ടും അത് കഴിക്കാൻ തോന്നുന്നതുവരെ പട്ടിണി കിടക്കാൻ പൂച്ച തയ്യാറാകും. പൂച്ചയുടെ ഭാരം പെട്ടെന്ന് വളരെയധികം കുറഞ്ഞാൽ ഹെപ്പാറ്റിക് ലിപ്പിഡോസിസ് എന്ന മാരകമായ അവസ്ഥയുണ്ടാകാൻ സാധ്യതയുണ്ട്. വീണ്ടും പട്ടിണി കിടക്കാൻ നിർബന്ധിതരാകുന്ന തരത്തിൽ വിശപ്പിനെ ഇല്ലാതാക്കുന്ന കരളിന്റെ വൈകല്യമാണിത്. 48 മണിക്കൂറിനുള്ളിൽ മരണം വരെ സംഭവിച്ചേക്കാവുന്ന മാരക രോഗമാണിത്. കാറ്റ്നിപ്പ് എന്ന ചെടിയോട് ചില പൂച്ചകൾക്ക് ഒരു പ്രത്യേക താല്പര്യം തോന്നാറുണ്ട്. ഈ ചെടി പൂച്ച കഴിക്കാറില്ലെങ്കിലും ഇതിനെ തട്ടിക്കളിക്കാനും അതിന്റെ മുകളിൽ കിടന്നുരുളാനും ഇടയ്ക്കൊന്ന് ചവയ്ക്കാനും ഇഷ്ടമാണ്.
അസ്വാഭാവികമായ ഭക്ഷണം കഴിക്കുന്ന സ്വഭാവവും പൂച്ചകൾ കാണിക്കാറുണ്ട്. പ്ലാസ്റ്റിക്, തുണിത്തരങ്ങൾ, കമ്പിളി തുടങ്ങിയവയൊക്കെ ചിലപ്പോൾ പൂച്ച കഴിക്കും. ഇത് വലിയൊരളവ് വരെ ദഹിക്കാതെ പുറത്തേക്ക് പോകുന്നതിനാൽ വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടാകില്ല. പൂച്ചയുടെ കരൾ മറ്റു മൃഗങ്ങളുടേതുപോലെ വിഷപദാർത്ഥങ്ങളെ പ്രതിരോധിക്കാൻ ശക്തിയുള്ളവയല്ല. വീട്ടിൽ ഉപയോഗിക്കപ്പെടുന്ന പല പദാർത്ഥങ്ങളും പൂച്ചയ്ക്ക് ഹാനികരമാകും. വേദനസംഹാരിയായ പാരസെറ്റാമോൾ, അസറ്റാമിനോഫിൽ എന്നിവയൊക്കെ ഹാനികരമാണ്. മനുഷ്യരുടെ ഭക്ഷണ പദാർത്ഥങ്ങളും പൂച്ചകൾക്ക് ഹാനികരമാകാറുണ്ട്. വളരെ കുറച്ച് പൂച്ചകളെ ചോക്ലേറ്റ് കഴിക്കാറുള്ളൂവെങ്കിലും ചോക്ലേറ്റിൽ ഉണ്ടാകുന്ന തിയോബ്രോമിൻ പൂച്ചയ്ക്ക് വിഷബാധയുണ്ടാകാൻ സാധ്യതയുണ്ട്. നാട്ടുപൂച്ചയും അതിൻ്റെ പരിണാമത്തിലെ ഏറ്റവും അടുത്തുള്ള വർഗമായ കാട്ടുപൂച്ചയും 38 ക്രോമസോംസ് വീതമുള്ളവയാണ്. പൂച്ചയുടെ ക്രോമസോമിൽ മനുഷ്യർക്കുള്ളതുപോലെയുള്ള 200 ജനിതക വൈകല്യങ്ങൾ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. പൂച്ചകൾക്കുണ്ടാകുന്ന അസുഖങ്ങളിൽ പലതിനും നിദാനമായ ജനിതക തകരാറുകൾ ഇതിനോടകം ശാസ്ത്രലോകം മനസ്സിലാക്കി കഴിഞ്ഞു. മരുഭൂമിയിൽ ജീവിച്ചവരായിരുന്നു പൂച്ചകളുടെ പൂർവികർ എന്നതിനാൽ പൂച്ചകൾക്ക് ചൂടുള്ള കാലാവസ്ഥ വളരെ ഇഷ്ടമാണ്. പകൽ സമയത്ത് പൂച്ചകൾ വെയിൽ കാഞ്ഞു കിടക്കാറുണ്ട്. ചൂട് പോലെ തന്നെ തണുപ്പും പൂച്ചകൾക്ക് സഹിക്കാൻ എളുപ്പമാണ്. എന്നാൽ തണുപ്പ് കുറെ നേരത്തേക്ക് പാടില്ല എന്നു മാത്രം. പൂച്ചകളുടെ രോമങ്ങളിലെ നിറങ്ങളിലുള്ള പാറ്റേൺ അനുസരിച്ച് പൂച്ചകളെ പലതായി തിരിക്കാം. ശരീരം മുഴുവൻ കറുത്ത് നെഞ്ചുമാത്രം വെളുത്ത തരം പൂച്ചയാണ് ബൈകളർ അല്ലെങ്കിൽ ടക്സീഡോ പൂച്ചകൾ. അതുപോലെ വാലിലും ചെവി ഉൾപ്പെടെയുള്ള തലയുടെ ഭാഗത്തും മാത്രം നിറമുള്ള വെളുത്ത പൂച്ചയാണ് വാൻ. ശരീരത്തിൽ വരകളുള്ള പൂച്ചയാണ് ടാബി പൂച്ച. വരകൾക്കു പകരം കുത്തുകളാണെങ്കിൽ അതിനെ സ്പോട്ടഡ് ടാബി എന്നാണ് വിളിക്കുന്നത്. ആമത്തോട് പൂച്ച അല്ലെങ്കിൽ കാലിക്കോ പൂച്ച എന്നൊരിനമുണ്ട്. ഇവയെ കാലിമാൻകോ പൂച്ച എന്നും ക്ലൗഡഡ് ടൈഗർ പൂച്ച എന്നും വിളിക്കാറുണ്ട്. ടോർട്ടി എന്ന വിളിപ്പേരുമുണ്ട് ഈ ഇനത്തിന്. നെക്സ്റ്റ് വൺ, സയാമീസ് പൂച്ചകളിലാണ് അധികവും കളർ പോയിന്റ് പാറ്റേൺസ് കാണപ്പെടാറുള്ളത്. ഇവയ്ക്ക് കറുത്ത മുഖം, ചെവി, കാലുകൾ, വാൽ എന്നിവയും മറ്റു ഭാഗങ്ങളിൽ ഇളം നിറവുമാണ് ഉണ്ടാവുക. കുറച്ച് വെള്ള നിറം അവിടെയും ഇവിടെയും ഉണ്ടാവാറുണ്ട്. മെലാനിൻ എന്ന രാസവസ്തുവിലുണ്ടാകുന്ന പരിണാമത്തിൻ്റെ ഫലങ്ങളാണ് ഈ നിറങ്ങൾ. തൈറോസിനാസെ എന്ന ജീനിൻ്റെ പരിണാമം വഴി മുഴുവനായും വെളുത്തു പോകുന്നതും കുറവാണ് പൂച്ചകളിൽ. പലതരത്തിലുള്ള പൂച്ചകൾ ഉണ്ടാകുമെങ്കിലും ശരീരത്തിൻ്റെ വ്യത്യാസമനുസരിച്ച് അവയെ രണ്ടായി തിരിക്കുന്നു. ഒന്നാണ് ഓറിയൻ്റൽ. ഇതൊരു ജനുസല്ല, പക്ഷേ മെലിഞ്ഞു നീണ്ട ആൽമണ്ടിൻ്റെ രൂപത്തിൽ കണ്ണുകളുള്ള നീളൻ മൂക്കും വലിപ്പമേറിയ ചെവിയും ഉള്ള തരമാണ് ഓറിയൻ്റൽ. ഉദാഹരണങ്ങളായിട്ട് സയാമീസ് പൂച്ചകൾ, ഓറിയൻ്റൽ ഷോർട്ട് ഹെയർ ക്യാറ്റയ്ക്ക് ഇതിന് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് വണ്ണാണ് കോബി. ഉയരം കുറഞ്ഞ പേശികൾ നിറഞ്ഞ ഒതുക്കമുള്ള ശരീരഘടനയും ഉരുണ്ട കണ്ണുകളും ചെറിയ മൂക്കും ചെവിയുമുള്ള വിഭാഗമാണ് കോബി. പേർഷ്യൻ പൂച്ചകൾ, എക്സോട്ടിക് പൂച്ചകൾ എന്നിവ കോബി വിഭാഗത്തിൽ ഉദാഹരണങ്ങളാണ്. FELV അല്ലെങ്കിൽ ഫെലൈൻ ലുക്കീമിയ, അതുപോലെ FIV അല്ലെങ്കിൽ ഫെലൈൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, അതുപോലെ പേവിഷബാധ, ഇവയൊക്കെയാണ് പൂച്ചകൾക്ക് വരുന്ന മാരക രോഗങ്ങൾ. പൂച്ചകൾക്ക് പുരാണങ്ങളിലെ സ്ഥാനമുണ്ട്. പുരാതന ഈജിപ്ത് മുതൽക്ക് തന്നെ പൂച്ചകളെ മനുഷ്യർ വളർത്തി മൃഗങ്ങളായി ഉപയോഗിച്ചിരുന്നു. ബാസ്തെറ്റ് അല്ലെങ്കിൽ ബാസ്റ്റ് എന്ന പേരിൽ ഒരു പൂച്ച ദൈവവും ഉണ്ടായിരുന്നു. ബാസ്റ്റിനെ വീടിൻ്റെയും വീട്ടുപൂച്ചകളുടെയും കൃഷിയിടങ്ങളുടെയും ഒക്കെ രക്ഷകനായിട്ടാണ് അവർ കരുതിയിരുന്നത്. അതുപോലെ മതങ്ങളിലും പൂച്ചകൾക്ക് സ്ഥാനമുണ്ടായിരുന്നു. ജപ്പാനിൽ മനേക്കി നേക്കോ എന്ന പൂച്ചയെ ഭാഗ്യത്തിൻ്റെ അടയാളമായി കരുതപ്പെടുന്നു. അതുപോലെ ഇസ്ലാം മതത്തിൽ ബഹുമാനപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ എന്നു പേരുള്ള ഒരു പ്രിയപ്പെട്ട പൂച്ചയുണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. പൂച്ചകളോടുള്ള സ്നേഹം മൂലം തൻ്റെ വസ്ത്രത്തിൽ ഒരു പൂച്ച കിടന്നുറങ്ങിയാൽ ആ പൂച്ചയെ ഉണർത്താതിരിക്കാൻ, ആ വസ്ത്രം എടുക്കാതിരിക്കാൻ വരെ തയ്യാറാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ നോർസ് പുരാണത്തിലെ സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ദേവതയായ ഫ്രജ പൂച്ചകളെ പൂട്ടിയിരിക്കുന്ന രഥമാണ് ഉപയോഗിക്കുന്നത്. ഇവയിൽ നിന്നൊക്കെ പൂച്ചകൾക്ക് പണ്ട് മുതലേ സ്ഥാനമുണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഇനി രസകരമായ മറ്റൊരു കാര്യം പറയാം. എലികളുടെ പൂച്ചപ്പേടി മാറ്റി കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു പരാതമുണ്ട്. ഒരു പരാത പ്രോട്ടോസോവയായ ടോക്സോപ്ലാസ്മ ഗോണ്ടി. ഇതാണ് ടോക്സോപ്ലാസ്മോസിസ് എന്ന രോഗം ലോകം മുഴുവൻ ഉണ്ടാക്കിയത്. മനുഷ്യരടക്കം എല്ലാ ഉഷ്ണരക്തമുള്ള മൃഗങ്ങളിലും വളരാവുന്ന ഒരു പരാതമാണിത്. എങ്കിലും അവയുടെ അവസാന ലക്ഷ്യമായ ആതിഥേയർ പൂച്ചകൾ മാത്രമാണ്. അവയിൽ മാത്രമേ ഈ പ്രോട്ടോസോവയുടെ ലൈംഗിക പ്രജനനം സാധ്യമാവുകയുള്ളൂ. യാദൃശ്ചികമായി എലിയുടെ ഉള്ളിലോ അണ്ണാന്മാരുടെ ഉള്ളിലോ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അവയുടെ തലച്ചോറിൽ പ്രവർത്തിച്ച് പൂച്ചമൂത്രത്തിനോടുള്ള അകൽച്ചയും ഭയവും മാറ്റി അവയുടേതായ എല്ലാ സ്വഭാവ സവിശേഷതകളും മാറാൻ തുടങ്ങും. പൂച്ചകളുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലും ഭയമില്ലാതെ ഉലാത്തും. പൂച്ചയെ കണ്ടാലും പേടിച്ചോടാതെ അടുത്തു ചെല്ലും. സ്വാഭാവികമായും എലിയെ പൂച്ച പിടിക്കുന്നു. അങ്ങനെ ആ പരാത പ്രോട്ടോസോവ പൂച്ചയുടെ ഉള്ളിലെത്തുന്നു. അവിടെ വെച്ച് പെറ്റുപെരുകയും ചെയ്യുന്നു. പൂച്ചകളോടുള്ള അമിത ഭയത്തിന് എലൂറോഫോബിയ എന്നാണ് പറയുന്നത്. എന്നാൽ ആരെയും പേടിക്കാത്ത പല മഹാന്മാർക്കും പൂച്ചയെ പേടിയായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാം. ആരെയും ഭയപ്പെടാതെ ലോകം കീഴടക്കാനായി പോയ അലക്സാണ്ടർക്കും പൂച്ചയെ പേടിയായിരുന്നു. ജൂലിയസ് സീസറും ചെങ്കിസ് ഖാനും നെപ്പോളിയനും ഹിറ്റ്ലറും വരെ ഭയന്നിരുന്ന മൃഗമായിരുന്നു പൂച്ച. ഷേക്സ്പിയറും ലൂയി 14 ഒക്കെ പൂച്ചയെ പേടിച്ചിരുന്നു.
എന്തായാലും സായുധ സേനകളിൽ സൂക്ഷ്മവും ഉന്നം തെറ്റാതുമായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ നടത്താനും സുരക്ഷാ സേനാംഗങ്ങൾക്ക് ബ്ലാക്ക് കാറ്റ്സ് എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ കരിമ്പൂച്ച എന്നുള്ള ബ്ലാക്ക് കാറ്റ്സ് ചില രാജ്യങ്ങളിലെ ഭീകരർ അരാജക ചിഹ്നമായിട്ടും ഉപയോഗിച്ചിരുന്നു. എന്നാൽ പൂച്ചയെപ്പറ്റി ഒരുപാട് അന്ധവിശ്വാസങ്ങളും നിലനിന്നിരുന്നു. അതിലൊന്നാണ് കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ ബുദ്ധിമുട്ടാകും, പോകുന്ന കാര്യം ഫലവത്താകില്ല, മരണം വരെ ഉണ്ടാകും എന്നൊക്കെ. എന്നാൽ ഇതിന് പിന്നിൽ രസകരമായ ഒരു സത്യമുണ്ട്. അതായത് മധ്യകാലഘട്ടത്തിൽ സാധാരണ മനുഷ്യർ കാളവണ്ടിയിലാണ് യാത്ര ചെയ്തിരുന്നത്. പൂച്ചയെ കണ്ടാൽ കാളുകൾ പ്രകോപിതരാവുകയും ചാടുകയും ഒക്കെ ആ സമയത്ത് ചെയ്യുമായിരുന്നു. ഇങ്ങനെ കാളുകൾ ഓടി അപകടം ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ കാളവണ്ടികൾ ഓടിക്കുന്നവർ പൂച്ചകളെ കണ്ടാൽ വണ്ടി നിർത്തുമായിരുന്നു. ഇതൊരു ശീലമായി. അങ്ങനെ കാലം മാറി. കാളയ്ക്ക് പകരം മോട്ടോർ വണ്ടികളും ഇലക്ട്രോണിക് വണ്ടികളും നിരത്തിലിറങ്ങി. ഈ ഒരു ശീലം മാത്രം മാറിയില്ല എന്നതാണ് ശരിക്കുള്ള സത്യം. എന്നാൽ മറ്റൊരിടത്ത് ദുർമന്ത്രവാദികൾ കറുത്ത പൂച്ചയുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നുള്ള പേടിയിൽ സ്പാനിഷ് ജനത കറുത്ത പൂച്ചയെ അകറ്റി നിർത്തുകയും ദുശകനവുമായി കണക്കാക്കുകയും ചെയ്തിരുന്നു. ലോകത്ത് മനുഷ്യർ ഓമനിച്ചു വളർത്തുന്ന ജീവികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു മൃഗമാണ് പൂച്ച. അതിനാൽ തന്നെ പൂച്ചയുമായി ബന്ധപ്പെട്ട ഒരുപാട് ശൈലികൾ നിലവിൽ വന്നു. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം, മിണ്ടാപ്പൂച്ച കലമുടയ്ക്കും, മീൻ കണ്ടാൽ വേണ്ടാത്ത പൂച്ചയുണ്ടോ, മമ്പൂച്ചയായാലും മരപ്പൂച്ചയായാലും എലിയെ പിടിച്ചാൽ മതി, അരപ്പണത്തിൻ്റെ പൂച്ച മുക്കാൽ പണത്തിൻ്റെ പാല് കുടിച്ചു, എലിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് കളിവിളയാട്ട്, കാഞ്ഞ വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും, പൂച്ചയില്ലാത്ത വീട്ടിൽ എലിഗന്ധർവൻ തുള്ളും തുടങ്ങിയ പൊതുവായ പല കാര്യങ്ങളും വിശദീകരിക്കാനും ഇത്തരം പൂച്ചാശാലികൾ ഉപയോഗിച്ചു വരുന്നു. ഓക്കെ, ഇത്രയുമാണ് പൂച്ചയെപ്പറ്റി പറയാനുള്ള രസകരമായ കാര്യങ്ങൾ. നിങ്ങളുടെ അറിവിലും ഇതുപോലെയുള്ള പൂച്ച പുരാണങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. എല്ലാവർക്കും അതൊരു അറിവായിക്കൊള്ളട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.